തേങ്ങയോ ചോറോ ചേർക്കാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കാം. ഇത് സാധാരണ നമ്മൾ ദോശക്കൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു പച്ചരി തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലേക്ക് കൂടെ തന്നെ 1/2 കപ്പ് ചെറുപയറാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ എത്രയാണോ അരി ഉപയോഗിക്കുന്നത് അതിൻ്റെ പകുതിയാണ് ഇനി ചേർക്കാൻ പോകുന്ന സാധനങ്ങളൊക്കെ ചേർക്കേണ്ടത്. 1/2 കപ്പ് ചെറുപയർ ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/2 കപ്പ് ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 കപ്പ് കടലപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊക്കെ നന്നായിട്ട് ഒന്ന് കഴുകിയെടുത്ത് നല്ല വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർക്കാൻ വേണ്ടി വെക്കണം. ഇതിൻ്റെ കൂടെ തന്നെ 4ഓ 5ഓ വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം. അതും കൂടെ കുതിർത്തെടുക്കേണ്ടതാണ്. എല്ലാം കൂടെ ഒന്നിച്ച് നമുക്കൊരു 5-6 മണിക്കൂർ നേരത്തേക്ക് ഒന്ന് നല്ല പോലെ തന്നെ കുതിരാൻ വേണ്ടി വയ്ക്കാം. ആ ഒരു സമയമാകുമ്പോഴേക്കും അരിയും അതുപോലെ തന്നെ നമ്മൾ ചേർത്ത ധാന്യങ്ങളും വറ്റൽമുളകും ഒക്കെ നന്നായിട്ട് കുതിർന്ന് കിട്ടിക്കോളും. ഈ ഒരു പാകത്തിനാണ് ഉണ്ടാകുക. നല്ല വെള്ളം ഒഴിച്ചിട്ട് തന്നെ കുതിർക്കാൻ വേണ്ടി വെച്ചോളൂ. ഈ ഒരു വെള്ളത്തോട് കൂടിയിട്ടാണ് നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. കുതിർക്കാൻ വേണ്ടി വെള്ളം എടുക്കുമ്പോഴും അതൊക്കെ കൂടെ മുങ്ങി കുറച്ച് മുകളിലേക്കായിട്ട് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഇത് അരച്ചെടുക്കാം. അതിനായിട്ട് മിക്സറിൻ്റെ ജാറിലേക്ക് വെള്ളത്തോട് കൂടിയിട്ട് തന്നെ നമുക്കിതിട്ട് കൊടുക്കാം. ഈ ഒരു പാകത്തിനാണ് വെള്ളം ഉണ്ടാകുക. ഒരുപാട് വെള്ളം കൂടിപ്പോകരുത്. ഇനി ഇത് അരച്ചെടുക്കാം. ഒരുപാട് മിനുസത്തിൽ അരച്ചെടുക്കണം എന്നൊന്നുമില്ല. ഇതുപോലെ തരിതരിപ്പായിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടി. കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി ഈ ഒരു പാകത്തിനാണ് ഉണ്ടാകുക. ഒരല്പം കട്ടിയായിട്ടുള്ള കൂട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ ഒരു കൂട്ട് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിതിപ്പോൾ തന്നെ ചുട്ടെടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഇനി ചെറിയ ഉള്ളിയും കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഞാനിവിടെ അത്യാവശ്യം വലുപ്പമുള്ള 3 ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവാള വേണമെങ്കിൽ നിങ്ങൾക്കിതിൽ ചേർക്കാവുന്നതാണ്. പക്ഷേ സവാളയേക്കാളും രുചി ഉണ്ടാകുക ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 നുള്ള് കായത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കൂട്ട് ഈ ഒരു പാകത്തിനാണ് ഉണ്ടാകേണ്ടത്. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ വറ്റൽമുളകും അതുപോലെ തന്നെ പച്ചമുളകൊക്കെ മുറിച്ചിടാവുന്നതാണ്. ഇത് ആവശ്യത്തിന് എരിവ് കാണും. നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത വറ്റൽമുളകിൻ്റെത് എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് ചുട്ടെടുക്കാം. അതിനായിട്ട് ദോശക്കല്ല് നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം കുറച്ച് എണ്ണ തടവിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 തവിയോളം കൂട്ടൊഴിച്ച് കൊടുത്ത് നല്ലപോലെ തന്നെ പരത്തിയെടുക്കാം. നമുക്കിത് നന്നായിട്ട് പരത്തിയെടുക്കാനും പറ്റും. ഒട്ടും തന്നെ പറ്റിപ്പിടിക്കുകയൊന്നുമില്ല. ഇതുപോലെ പരത്തി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തന്നെ നല്ല പോലെ തന്നെ ഫ്രൈ ആയിട്ട് വന്നോളും. ഒരുപാട് സമയമൊന്നും എടുക്കില്ല ഇത് കുക്കായി കിട്ടാനും. അതിൻ്റെ മുകളിലേക്ക് ഒരല്പം എണ്ണ തൂവി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്ത് അടുത്തൊരു ഭാഗം കൂടെ ഒന്ന് മൊരിയിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷേ ഇതിലുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ചോറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇത് അരച്ചെടുത്ത ഉടനെ നമുക്ക് ചുട്ടെടുക്കാനും പറ്റും. തലേന്ന് രാത്രി എല്ലാം കൂടെ കുതിർത്തെടുത്ത് രാവിലെ അരച്ചെടുത്ത് വളരെ ഈസിയിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കിയെടുക്കാം. ഇതിൻ്റെ കൂടെ നമ്മളുടെ സാധാരണ തേങ്ങാ ചമ്മന്തി ഉണ്ടെങ്കിൽ തന്നെ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും. ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ രുചി നല്ലപോലെ തന്നെ കൂടുക. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു ദോശ ഉണ്ടാകുക. പൊതുവെ കുട്ടികൾക്ക് ധാന്യങ്ങൾ കഴിക്കാൻ മടിയായിരിക്കും. ഈ ഒരു രീതിക്കൊക്കെ ദോശ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരും ഇഷ്ടത്തോടു കൂടി കഴിച്ചോളും. രാവിലെ നമ്മളുടെ വയറ് ഫുള്ളായി കിട്ടുകയും ചെയ്യും. എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക്സ് പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.